ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആൻഡ് സിയ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പാളിപ്പോയ മോർണിംഗ് റൊട്ടീൻ തന്നിട്ടുണ്ടായിരുന്നു. അസല് ഫ്ലോപ്പായിട്ടുണ്ട്. കാരണം വീഡിയോയോ ഫ്ലോപ്പ്, വ്യൂസും ഇല്ല അതിന്. അപ്പോൾ സംഭവം ഞാൻ ഇന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എ വീക്ക് ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എ വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അതും തുടക്കത്തിലേ നല്ല അടിപൊളി തുടക്കമാണ്. കാരണം ഞാൻ എഴുന്നേറ്റതോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷായി റെഡിയായിട്ട് പോകാൻ വേണ്ടി റെഡിയായി സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പോയി ഫുഡും കഴിച്ചു. അതും കഴിഞ്ഞിട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല. അതെന്ന് വെച്ചാൽ പൂരിയും കിഴങ്ങേറിയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കഴിച്ചു. പിന്നെ ചായ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 16-ാം തീയതിയാണ് ഗൈസ്. അപ്പോൾ 16-ാം തീയതി ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനില്ല. കാരണം ഡേ ഇൻ മൈ ലൈഫാണ്, എ വീക്ക് ഇൻ മൈ ലൈഫ് ഡേ 1 ആണ്. അപ്പം എന്തായാലും നൈറ്റ് വരെ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വീഡിയോ എനിക്ക് പറ്റുവാണെങ്കിൽ നോക്കട്ടെ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ, എനിക്കറിയില്ല, എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. ബട്ട് ഫോൺ സെറ്റ് ചെയ്യാൻ ഒരു സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല എന്തുവാന്ന്. എന്തായാലും ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യണം എന്നുണ്ട്, കോളേജ് ബാഗ്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ വീക്ക് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനായിട്ട് കുറയ്ക്കേണ്ട, ഞാനും ചെയ്യാമെന്ന്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും മൺഡേയും സൺഡേയും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനൊരു വെറൈറ്റിക്ക് ഇന്ന് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ എന്താ സാറ്റർഡേ കോളേജ് എന്ന് വെച്ചാൽ ഉച്ച വരെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നമുക്ക്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം നടക്കും. അപ്പോൾ നമ്മൾ ഫ്രഷേഴ്സ് അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എക്സാം നടക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ സാറ്റർഡേ ഉണ്ട് ക്ലാസ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചറപറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. നമുക്ക് പോകുന്ന വഴി കാണാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ പോകുന്ന വഴി കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്ന വഴി അങ്ങ് പോയി കേട്ടോ. ഇന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ കാണിച്ചിരിക്കും ഷുവർ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ മോർണിംഗൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് കാണാം. അതെന്തായാലും ഞാൻ മിസ്സാക്കത്തില്ല കേട്ടോ. ഞാൻ വീഡിയോയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ വീക്ക് ഇൻ മൈ ലൈഫ് ചെയ്യാം. കാരണം ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എങ്കിൽ ഇന്ന് മോർണിംഗ് തുടക്കം പോയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും നാളെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നത്തെ വീഡിയോയും കാണില്ല, നാളത്തെ വീഡിയോ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. അപ്പോൾ 3 ദിവസം വീഡിയോ ഇല്ലാണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്ന് നമുക്ക് എന്തായാലും പോയി എന്നാൽ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അത്യാവശ്യം രാവിലെ നല്ല വെയിലുണ്ട്. ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് കുറേ നാളായി. നാട്ടിലൊക്കെയാണ് ഭയങ്കര മഴ അല്ലേ. അപ്പോൾ ഞാൻ എന്താണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ക്ലാസ്സിന് പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണേ ഞാൻ കാണിച്ചായിരുന്നല്ലോ. തിരിച്ചു വരുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ തേ കളിക്കാൻ നിന്നില്ല, പെട്ടെന്ന് ഇങ്ങ് വന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1 മണിയായിട്ടുണ്ട്. 1 മണി 12:45 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു 1:30 ആയിട്ട് എനിക്ക് വിശക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 1:30 ആയിട്ട് രാവിലെ പൂരി കഴിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, വിശക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ച് വയറാച്ചുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ചധികം വെള്ളം കുടിച്ചു. അപ്പം എന്താ ഒരു 1:30 ആയിട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വന്നു കേട്ടോ. ഇനി കുറച്ച് നേരം കിടന്നിട്ട് കൈയൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് കിടക്കുന്നു കേട്ടോ. ഇനി വന്നിട്ട് കുളിച്ചില്ല എന്നുള്ള കമൻറ്റൊക്കെ ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഞാൻ വൈകിട്ട് തുണി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കാം, അല്ലെങ്കിൽ പിന്നെ ഫുൾ ടയർഡാവും. അപ്പോൾ അപ്പം തുണി കഴുകി കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കൂടെ പിന്നെ മുഷിയുമല്ലോ. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ഇതാകേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് വൈകിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി സെറ്റായിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, കാരണം നല്ല വെയിലാട്ടോ. ഇവിടെ ഒരു ചാറ്റമഴ പെയ്തിട്ട് കുറേ നാളായി. ഞാൻ ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടോ, കാരണം അവിടെ നല്ല മഴയല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇവിടെ ഒരു ചാറ്റമഴ പെയ്തിട്ട് കുറേ നാളായി, അവിടെ ഇടിയും മിന്നലും മഴയൊക്കെ തണുക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നല്ല ചൂടാണ്, നല്ല വെയിലാണ്, തിളച്ച് പൊള്ളുന്ന വെയിലാണ് വെളിയിൽ. ഞാൻ എത്ര 9 മണിക്ക് 9:30 എങ്ങാണ്ടല്ലേ അങ്ങോട്ട് പോകണം. 9 മണി കഴിഞ്ഞപ്പോഴും 9:15 ഞാൻ അങ്ങോട്ട് പോകുന്ന ആ ഒരു റോഡിൽ നിന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പം ആ വീഡിയോയ്ക്കകത്ത് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല വെയിലുണ്ട്, രാവിലെ തന്നെ വെയിലുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പം നല്ല പൊള്ളി നിൽക്കുന്ന വെയിൽ, സൂര്യൻ ഇങ്ങനെ ഉച്ചിയിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുത്ത് നിൽക്കണ്ട, പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നു. അപ്പോൾ എന്താ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ഗായ്സ് ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വന്നു കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് വിശപ്പില്ല, തീരെ വിശപ്പില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് വീട്ടിലെ പോലെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ തോന്നുന്ന ടൈമിൽ കിട്ടില്ല.
അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ 1:45 1:30 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് ഫുഡ് തീരും. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പോയി എടുത്ത് വയ്ക്കാം, കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് വിശന്നാൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി എടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പോയി ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്. ചോറും സാമ്പാറും, പിന്നെ ഞാൻ ചോറും സാമ്പാറും മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം പിന്നെ ഒരു കറിയുള്ളതെന്ന് വെച്ചാൽ വഴുതനങ്ങ എന്ന് വെച്ചാൽ അതിങ്ങനെ വഴുതനയ്ക്ക് വെട്ടിക്കണ്ടിച്ചിട്ടൊക്കെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ആ കറി. സംഭവം ഇങ്ങനെ വഴുതനങ്ങ വലിയ രീതിയിൽ കിടക്കും. പിന്നെ അത് 2 ടൈപ്പ് അവരുണ്ടാക്കാറുണ്ട് കേട്ടോ. ഒരെണ്ണം ഒരുമാതിരി എന്താ പറയുക കുരുമുളക് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു കളർ പോലെ തോന്നും. ഒരെണ്ണം കറക്റ്റ് റെഡ് കളർ. അപ്പോൾ എനിക്ക് റെഡ് കളർ കുറച്ച് ഇഷ്ടമാണ്, പക്ഷേ ഇതെന്തോ എനിക്കിഷ്ടമല്ല. റെഡ് കളർ ആണെങ്കിലും ഞാൻ ചില സമയത്ത് തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഗ്രേവി മാത്രം വഴുതനങ്ങ എല്ലാം മാറ്റിയിട്ട് ഗ്രേവി മാത്രം തിന്നാറുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു കറി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചട്നി ഉണ്ട് കേട്ടോ. അത് എനിക്ക് 1-2 പ്രാവശ്യം എടുത്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ചട്നി. എനിക്കറിയില്ല, പക്ഷെ 1-2 പ്രാവശ്യം എടുത്തപ്പോൾ ഭയങ്കര അപ്പോൾ അങ്ങനെ ആ കറി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കറി പിന്നെ ചട്നിയുടെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചട്നി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചട്നി അപ്പോൾ എനിക്ക് ആദ്യം 2-3 വട്ടം എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ എടുക്കാറില്ല, ഇത് കാണുമ്പോഴേ എനിക്ക് എന്തോ ഇഷ്ടമല്ലാണ്, ഞാൻ എടുക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വട്ടം എന്തോ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എടുത്തു. മൂന്നാമത്തെ പ്രാവശ്യമാണോ 4-ാമത്തെ പ്രാവശ്യമാണോ എപ്പോഴും ഒരിക്കൽ പോയി എടുത്തപ്പോഴത്തേക്കും ഞാൻ ചോറിലതിട്ട് കുഴക്കുകയും ചെയ്ത് എനിക്ക് എന്താ പറയുക കഴിച്ചിട്ട് ഇറക്കാനും വേഗം മതിരിച്ചിട്ട് തുപ്പാനും വേഗം ഒരവസ്ഥയായിപ്പോയി. വെച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ എന്തോ ചെയ്യണമെന്ന്. അപ്പം അമ്മാതിരി അവസ്ഥയായി. പിന്നെ എനിക്കത് കാണുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റാണ് മനസ്സിലായി. അപ്പം വിശ്വസിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല അപ്പം ചിലപ്പോൾ ഒരു പല കളറിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇലയൊക്കെ എന്തൊക്കെ അരച്ചാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചിലത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും ആ ചട്നി എടുത്തില്ല. പിന്നെ തൈരുണ്ടായിരുന്നു, പിന്നെ തൈര് ഞാൻ എടുത്തില്ല, വെള്ളം പോലത്തെ തൈര്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കഴിയുവാണെങ്കിൽ തൈരൊക്കെ വേണമെങ്കിൽ എടുക്കും. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു തൈരൊന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ ചൂരച്ചാറ് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ചോറ് അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് സാമ്പാറിന് കട്ടിയുണ്ട് കേസ്. ഇവിടുത്തെ സാമ്പാർ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് രസമാണ്. സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ സാമ്പാർ രസമാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്ര വെള്ളം പോലത്തെ സാമ്പാറിന് ഒട്ടും കട്ടിയുണ്ടായിരുന്നില്ല, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള സാമ്പാർ. അപ്പോൾ ഇന്നലെ രാത്രിയിലും ഇന്ന് ഉച്ചക്കലത്തെ സാമ്പാർ അത്യാവശ്യം കട്ടിയുണ്ട്, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം അത് കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിലൊരു സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വീട്ടിലൊക്കെ ഒരു വട്ടം വിളിച്ചു. അപ്പോൾ എന്തോ ഉമ്മയ്ക്ക് കസ്റ്റമർ വന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പതുക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ വൈകിട്ട് തുണി കഴുകേണ്ടതാണ്, എനർജി വേണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വൈകിട്ട് തുണിയും കൂടെ കഴിയുമ്പോൾ ഞാൻ കുഴഞ്ഞ് വാടിയൊരു പരിവാവും. അപ്പോൾ എന്തായാലും ഫുഡ് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പാത്രത്തിൽ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് സമയം 2:15 അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. ചെറിയ രീതിയിൽ കുമ്മന് വിശപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ ഈ നമ്മുടെ സാമ്പാറും ചോറും ചമ്മന്തിപ്പൊടിയും അച്ചാറും ഒക്കെ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ ഞാൻ ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ ആയിട്ട് ചോറ് കഴിക്കട്ടോ. പിന്നെ ഞാൻ മൂവി ഇട്ടങ്ങ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചു കഴിഞ്ഞു. പോയി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നു കേട്ടോ. വെള്ളം കുടിച്ചില്ല ഗായ്സ്, വെള്ളത്തിൻ്റെ കാര്യം മറന്നുപോയി. വെള്ളം കൂടി അല്ലെങ്കിലും എനിക്കിപ്പോൾ കുറവാണ്. നേരത്തെ ഞാൻ ഇടയ്ക്ക് ഏതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നല്ലോണം വെള്ളം കുടിക്കുന്നത്. അതിന് ശേഷം വെള്ളം കുടിക്കുന്നില്ല. അയ്യോ ഇതിൻ്റെ ഒരു കാര്യം, വെള്ളം കൂടി കുറവാട്ടോ. ഞാൻ ശരിക്കും അപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്ന കേട്ടോ. മറ്റേ ലിറ്ററൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോട്ടിലില്ലേ, എനിക്കത് വാങ്ങിക്കണം എന്നുണ്ട് ഗൈസ്. എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടപ്പുണ്ട്. അത് വാങ്ങിക്കണം എന്നുണ്ടോ. എന്നിട്ട് അളന്ന് വെള്ളം കുടിക്കണം എന്നൊക്കെയുണ്ട്. ഞാൻ കുറേ പ്ലാനിങ് ഇങ്ങനെ കുറേ പ്ലാനിങ് ഇങ്ങനെ ഇടാറുണ്ട്, പക്ഷെ ഒന്നും നടക്കാറില്ല. അപ്പോൾ അതുപോലൊരു പ്ലാനിങ്ങിൽ എൻ്റെ പ്ലാനിങ്ങുകളിൽ അതും കൊടുക്കണം. എൻ്റെ ലോഡ്സ് ഓഫ് പ്ലാനിങ്സ് ആണ് ഗൈസ്. ഇഷ്ടംപോലെ പ്ലാനിങ്സ് ഉണ്ട്. കുറേ ആഗ്രഹങ്ങളുണ്ട്. കുറേ ആഗ്രഹങ്ങൾ എല്ലാം നടത്തണം. ഇൻഷാ അല്ലാഹ് നടക്കും. അപ്പോൾ ഇപ്പം എന്തായോ എൻ്റെ കണ്ണാടിയിൽ എന്താണോ ഒരു പച്ച കാണുന്നു. കുപ്പിയുടെയാണോ?
അല്ല കേട്ടോ, വേറെ എന്തോ കാണുന്നുണ്ട് കേട്ടോ, പച്ച കളർ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എന്താ ഇനി എന്തുവാ, ഇനി ഞാൻ പിന്നെ കിടക്കും ഗൈസ്. എത്ര കിടന്നാലും എത്ര ഉറങ്ങിയാലും മതി വരാത്തൊരു കുട്ടിയാണ് ഞാൻ. പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാൻ പറ്റില്ല, നോട്ടുണ്ട് ഇപ്പോഴാട്ടോ ഓർത്തേ. പിന്നെ രാത്രി എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. ഇപ്പോൾ വന്ന് മടിയെന്ന് വെച്ചാൽ അല്ല മടി മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കിടന്നാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. കാരണം പക്ഷെ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഫോൺ നോക്കും, ഫോണിൽ ചാർജില്ല. ഇങ്ങനെ നോട്ട് ചെയ്താൽ അപ്പോൾ നോക്ക് സമയം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി എണീക്കുന്ന 5:30 ആ സമയത്തൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് തുണി കഴുകാനുണ്ട്. ഞാൻ 5:30 എണീറ്റാൽ പിന്നെയും ക്ഷീണമായിരിക്കും കേട്ടോ, ഇങ്ങനെ കിടക്കും. പിന്നെ 6 മണിയൊക്കെ ആവും നോർമലി. ഇപ്പം ഇന്ന് എനിക്ക് മേലെ എഴുതാനുള്ളതുകൊണ്ട് എന്നാലും 6 മണിക്കൊക്കെ എണീറ്റ് മേലെ എഴുതുള്ളൂ. കാരണം ക്ഷീണം വന്ന പിന്നെ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിടന്നാൽ ശരിയാവില്ല, കിടന്നുറങ്ങും. അതുകൊണ്ട് കിടന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇരുന്ന് നോട്ട് എഴുതാം. നോട്ടുണ്ട് ഗൈസ്, മല പോലെ നോട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. മറ്റേ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാനെന്താ കുപ്പിന്ന് വന്ന് ഭൂതോ തീരുമ്പോൾ പണി തരാമെന്ന് ചോദിക്കുന്നവരാണ്. തീരുമ്പോൾ നോട്ട് തരും, തീരുമ്പോൾ അസൈൻമെൻറ്റ് തരും. ഇതൊക്കെയാണ് പണി. അപ്പോൾ എന്തായാലും ഞാൻ നോട്ട് എഴുതട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ അതിഗംഭീരമായി വാട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാനിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എനിക്കിന്ന് വീഡിയോ ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ അതിനിടയ്ക്ക് അതിന് പോയി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നോട്ട് ചെയ്താൽ വേണ്ടി ബുക്ക് എടുക്കാൻ എപ്പോഴാണ് ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നല്ലോ. അങ്ങനെ ഞാൻ പരതി ഫോൺ സെറ്റ് ചെയ്യാനുള്ള സ്പേസൊക്കെ കണ്ടുപിടിച്ച് ഫോൺ സെറ്റ് ചെയ്തു. പക്ഷെ അത് ടെമ്പററിയാണ്, പെർമനൻ്റ് അല്ല. കാരണം അവളുടെ സ്റ്റഡി ടേബിൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാൻ ചാരി വെച്ചിട്ടാണ് ഞാൻ ഇപ്പുറത്ത് കട്ടിലിരുന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താ, അപ്പം ഞാൻ നോട്ട് ചെയ്താൽ പോവാം കേട്ടോ. അപ്പം ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത കാര്യം പറയാൻ വന്നത്. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അതിഗംഭീരമായി ഷൂട്ട് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തില്ല, ഇനി എഡിറ്റ് ചെയ്യാൻ പോവാണ്. നോട്ട്സ് എഴുതണം, അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ പിന്നെ ഫോണങ്ങ് കുത്തിയിടാം. അതാണ് എൻ്റെ പ്ലാനിങ്. അപ്പം ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ ഇങ്ങനെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എഴുതിയൊരു വഴിയായി. അപ്പോൾ ഞാനതങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ കുത്തിയിട്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എടുത്തേ കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ കുത്തിയിട്ടിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഫോണിൽ തിരെ ചാർജില്ല കേട്ടോ. അപ്പം ഞാൻ ഇത് എഴുതട്ടെ കേട്ടോ, ബാക്കിയും കൂടെ എഴുതി തീർക്കട്ടെ. അപ്പോൾ ഗായ്സ് ഞാനങ്ങനെ നോട്ട് എഴുതി സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരുന്നാൽ നമുക്ക് പണി കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് ഉഷാറായിട്ടങ്ങ് തുണി കഴുകാനിറങ്ങാന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അവിടെ കുറച്ച് സമയം അങ്ങ് പോയായിരുന്നു. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് തമ്മിലൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി അത് അവിടെ സെറ്റ് ചെയ്തിട്ടാട്ടോ നോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും 4:30 ആയിട്ടുണ്ട്. ഞാനെന്നാൽ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് ഇതാക്കാം, തുണി കഴുകാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ചെമട് തുണിയുണ്ട് ഗായ്സ്. ഇവിടെ വന്നിട്ട് തുണി കഴുകുന്നതും പാത്രം കഴുകുന്നതായിട്ട് ഭയങ്കര റിസ്ക്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലാണെങ്കിലും നമുക്ക് നല്ല സ്പേസ് ഉണ്ടല്ലോ, വിശാലമായിട്ടൊന്ന് പാത്രമൊക്കെ കഴുകാമല്ലോ. ഇവിടെ അത്ര സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നാമത്തെ കാര്യം എനിക്ക് കുറച്ച് എളുപ്പിൻ്റെ അസുഖമുള്ള കൂട്ടത്തിലാണ്. അപ്പം എനിക്ക് പാത്രമൊന്നും അവിടെ താത്ത് വയ്ക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ബക്കറ്റൊക്കെ പോയിക്കൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ വീട്ടിലാകുമ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മളിങ്ങനെ സിങ്കിൽ നിന്ന് നേരെ കഴുകി അങ്ങനെ വയ്ക്കുകയല്ലേ. അപ്പം അങ്ങനത്തെ കുറച്ച് അൺകംഫർട്ടബിൾസ് ഒക്കെ ഉണ്ട് ഹോസ്റ്റലിൽ. പിന്നെ ഹോസ്റ്റൽ ലൈഫല്ലേ, നമ്മൾ വീട്ടിൽ കിട്ടണ പോലെ എല്ലാ സൗകര്യവും കിട്ടണമെന്ന് ആശ്വസിച്ചാൽ നടക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു 35 ഞാൻ സ്നൂസ് അടിച്ചായിരുന്നു. അപ്പം അങ്ങനെ എന്താ നമുക്ക് ചായ ഇട്ട് കുടിക്കാം. അപ്പം ഞാൻ ചായ ഇടട്ടെ, എല്ലാം കൂടെ പറ്റില്ല, വീഡിയോയും ചായ എല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ ചായ ഇട്ടിട്ട് വരാം. അങ്ങനെ ഞാനൊരു SL കോഫിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് റിസ്ക്കും കൂടെ എടുക്കാം കേട്ടോ.
ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച റസ്ക് അല്ല കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നേ വീട്ടിൽ നിന്ന്. കുഴപ്പമില്ല, ഇത് മിൽക്ക് റസ്ക് എന്തോ ആണ്. പക്ഷെ എനിക്ക് അത്ര ഇങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ ഈ റസ്ക്. സംഭവം എന്താ വെച്ചാൽ ഇതങ്ങനെ നമുക്ക് മറ്റേ റസ്ക്, ഞാൻ ഉദ്ദേശിച്ച റസ്ക് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതും ഏകദേശം എനിക്ക് എന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു, ഇതല്ലേ എന്ന് ഇത് മതിയോ ഇങ്ങനെ കാണിച്ചായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ കണ്ടപ്പോൾ സെയിം ഷേപ്പ് തന്നെയാണ് ആ റസ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ഇതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞത്. പക്ഷേ അത് പാളി 2 വലിയ വാട്ട അരച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിപ്പോൾ എനിക്ക് തിന്നാനും വയ്യ എന്നുള്ള അവസ്ഥയായി. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ ഇപ്പോൾ എന്ത് കിട്ടിയാലും അത് ഭയങ്കര ഇതാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ റസ്ക്കും അപ്പം ഞാൻ അത് കൂടുതലും എന്ന് വെച്ചാൽ ഇങ്ങനെ ചുമ്മാ തിന്നാൻ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പം പിന്നെയും തിന്നാൻ പറ്റുന്നത് വെച്ചാൽ ഇതുപോലെ മറ്റേ കോഫിയല്ല, പാൽ കോഫി ഇട്ട് കുടിക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടെ എങ്കിലും. ബ്ലാക്ക് കോഫിയുടെ കൂടെ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ അത്യാവശ്യം പോകുന്നുണ്ട്. അങ്ങനെ തിന്നാനിത് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഇങ്ങനെ തിന്നാനേ ഇത് കൊള്ളാവുള്ളൂ ഗൈസ്. ഒരു മിനിറ്റ് ഞാനിങ്ങനെ ഒന്ന് ചരിഞ്ഞിരുന്നോട്ടെ. അപ്പോൾ ഓക്കെ, അപ്പം ഞാനിങ്ങനെ കഴിക്കുവാണ് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ആ ഒരു മിൽക്കിൻ്റെ എന്തോ ഒരു ടേസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. മിൽക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരിക്കലും എന്താ ഒരു കൊള്ളത്തില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതങ്ങനെ വേറെന്തോ ഒരു ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഞാൻ ഉദ്ദേശിച്ച കാഷ്യൂവിൻ്റെ ഷേപ്പിൽ തന്നെ റസ്ക് ആണ്, പക്ഷെ ഇതല്ല, വേറെ റസ്ക്. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ എത്ര വന്നാലും കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ റസ്ക്. കൈ അടിക്കണം. നമുക്കൊരു സ്റ്റാൻഡ് അത്യാവശ്യമായിട്ട് വാങ്ങിക്കണം, ഈ വീഡിയോ എടുക്കാം. എനിക്കുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും അതിപ്പോൾ വാപ്പി അവിടെ എന്താ പറയുക സ്റ്റാൻഡ് ചെയ്ത് വെച്ച സിനിമ ആണ്. അവളായിരുന്നപ്പോഴും ഞാൻ അങ്ങനെ വരാറായ സമയത്ത് അങ്ങനെ വീഡിയോസൊക്കെ കുറവായിരുന്നു മറ്റേ ചാനൽ കേട്ടോ. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ചാനലിൽ വീഡിയോസ് കുറവായിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സ്റ്റാൻഡ് ഉപയോഗിക്കും. അല്ലാത്തപ്പോൾ രാത്രിയിലൊക്കെ മൂവി കാണാൻ വേണ്ടിയിട്ട് ഞാനും വാപ്പയും കൂടെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം എനിക്ക് മൂവി കൈ അഴക്കുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണ് മൂവി ചെരിഞ്ഞ് തിരിഞ്ഞൊക്കെ കാണാം. പക്ഷെ നമ്മൾ 2-3 പേരൊക്കെ വെച്ച് കാണുമ്പോൾ അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് കാണുമായിരുന്നു. അപ്പോൾ അതുപോലെയാണ് അവിടെ എൻ്റെ സ്റ്റാൻഡ് അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ കഴിക്കാൻ മതി കേട്ടോ, റസ്ക് മതി. കാരണം കുറച്ച് കഴിയുമ്പോൾ മടുക്കുന്നൊരു ടേസ്റ്റ് ആട്ടോ ഇതിന്. എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ എനിക്കെന്ന് വെച്ചാൽ ബ്ലാക്ക് കോഫിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ കൂടുതൽ ടൈമും അതായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ എന്നും ഇങ്ങനെ കോഫി ഇട്ട് കുടിക്കുന്ന അല്ലെങ്കിൽ ചായ ഇട്ട് കുടിക്കുന്ന ഒരാളൊന്നുമല്ല. വല്ലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോൾ മാത്രം കുടിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റി. എന്തായാലും ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് മതിയാക്കിയിട്ടിട്ട് കോഫിയും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അയ്യോ അടപ്പെടുത്തോടെ വെച്ചൊന്നും കിട്ടി. അപ്പം ഞാൻ കോഫി കുടിച്ച് കഴിയട്ടെ. അപ്പം ഞാനങ്ങനെ ഇത് ടെറസിൽ വന്നിരിക്കുക കേട്ടോ. കണ്ടോ, ടെറസിൽ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കാറ്റൊക്കെ ഇവിടെ. പക്ഷെ തുണി കഴുകാൻ വന്നുകൊണ്ട് അത്ര ഒരു രസം തോന്നുന്നില്ല. അപ്പം ഞാൻ തുണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം പിടിച്ചു. ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ട് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ദാണ്ടേ 2 ബക്കറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ടേ
കംഫർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് എളുപ്പിൻ്റെ അസ്വസ്ഥതകളുണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ കണ്ടിട്ട് അപ്പം ഞാൻ തുണി കഴുകണം. പിന്നെ നമ്മുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിറച്ച് എന്തായാലും കഴുകട്ടെ കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല ഗായ്സ്. അങ്ങനെ നമ്മൾ തുണിയെല്ലാം കഴുകിയിട്ടുണ്ട്, കഴുകി വിരിച്ചു. എന്നിട്ട് നമ്മൾ വിരിക്കാനുള്ള തുണിയെല്ലാം കൊണ്ട് ബാലൻസ് നമ്മൾ താഴോട്ട് പോകാണ് കേട്ടോ. കുറച്ചേ ഇവിടെ വിരിച്ചോളൂ കേട്ടോ. അപ്പം ബാക്കി നമുക്ക് താഴെ വിരിക്കാം, നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതല്ലേ. അപ്പം നാളെ വന്ന് ഞാൻ എടുക്കും ഇവിടുത്തെ തുണി, എന്നാലും ബാക്കി നമുക്ക്. അപ്പം ഞാൻ താഴോട്ട് പോട്ടെ. അയ്യോ, അപ്പോൾ ഗായ്സ് കുറച്ച് തുണി കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ച് ഒരു ജോഡി കണ്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് റൂമിൽ കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുഴഞ്ഞു ഗൈസ്, എൻ്റെ നടു പൊട്ടിഞ്ഞു. തുണിയെല്ലാം കഴുകിയപ്പോൾ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ ഫീലാണ്. അപ്പം ഞാൻ എല്ലാ വീട്ടിലും തുണി കഴുകിയിട്ടുള്ള എല്ലാ വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധം കഴിഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് വയ്യാട്ടോ എനിക്ക് തുണി എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു പണിയുണ്ടെങ്കിൽ തുണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിജയകരമായി ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. തുണി കഴുകുക പറയുമ്പോൾ ഒരു പേടി സ്വപ്നം പോലെയാണ് സത്യം. അപ്പം ഞാൻ എന്തായാലും തുണി കഴുകിയിട്ട് ഇനി പോയി കുളിക്കുന്ന സമയം 6 മണിയായിട്ട്. ദിവസം ഇന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പോയി കുളിക്കട്ടെ. ഗായ്സ്, ഞാൻ കുഴഞ്ഞു. അയ്യോ, ഞാൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ബാത്റൂം ഒഴിവില്ലായിരുന്നു. 3 എണ്ണം ഫില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വന്നിട്ട് ബെഡ് ഇച്ചിരി ഷോക്കായിട്ട് കിടക്കുമായിരുന്നു. കാരണം ഉണങ്ങിയ തുണിയൊക്കെ പെറുക്കിക്കൊണ്ടിട്ടേക്കുമായിരുന്നു. പിന്നെ അതൊക്കെ മടക്കി സെറ്റാക്കി. എൻ്റെ നടുവിൻ്റെ കെട്ട് വിട്ട് കിട്ടും ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ ബാക്കി തുണിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞോളൂ തുണിയെല്ലാം മടക്കി വെച്ചു, സെറ്റാക്കി. അപ്പം അഞ്ജലി കോട്ടി വരെ പോയി കേട്ടോ. അപ്പം പോവാതെ അത് നമ്മളിങ്ങനെ ഇട്ട് വെച്ചേക്കല്ലേ, ഒന്നാമത് കൂറക്കാലത്ത് നിൽക്കുന്നു. അത് പോകുന്നില്ല കേട്ടോ. ഞാൻ നോക്കി കേട്ടോ ഇതിന് ഫിൽറ്റർ കളയാൻ വേണ്ടിയിട്ട്, പക്ഷെ അത് പോകുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അതെനിക്ക് തോന്നുന്നു ഫ്ലാഷ് ഓണാവുന്ന, ഓട്ടോമാറ്റിക്കലി ഫ്ലാഷ് ഇതിനകത്ത് ഓണാട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഓണാവുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. എൻ്റെ ഒറിജിനൽ കോലം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫേസ് ഫുള്ള് കുരുവാണെന്നേ ഉള്ളൂ കണ്ടോ. സ്വന്തമായി ക്യാമറ നോക്കി സൗന്ദര്യം ആസ്വദിക്കണം ഞാൻ. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണം മതി. അങ്ങനെ ഫിലോസഫിയൊക്കെ അടിക്കാൻ കുറച്ച് നേരമായിരുന്നു. അപ്പോൾ അതേ എൻ്റെ സുട്ടൂടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും എന്താ ഇനി പോയി കുളിക്കണം. ഓ അതും കൂടെ കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ഗൈസ്. അപ്പം ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ, കുളിച്ചിട്ട് വരാം. ഇനി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പോകും. വീഡിയോ നല്ല ലെങ്ത്തും ആവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയി തോന്നുന്നു, അറിയില്ല. എടുത്തെടുത്ത് പോകുന്നേ ഉള്ളൂ. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എത്ര ലെങ്ത് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്തായാലും എനിക്കിത് 2 പാർട്ടായിട്ടൊന്നും ഇടാൻ പറ്റില്ല ഗൈസ്. കാരണം ഇത് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇത് വീക്ക് ഇൻ മൈ ലൈഫ് ഡേ 1 ആണ്. അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ് അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടുണ്ട്. തല നനച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് തല കഴുകാറ്. അപ്പോൾ അങ്ങനെ തല നനച്ചിട്ടില്ല. അപ്പോൾ സത്യം പറഞ്ഞ ഇവിടെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇപ്പോഴും അതെ, എൻ്റെ കണ്ണ് ഞാൻ കുളിച്ചു, പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു ക്ഷീണം പോയിട്ടില്ല. എന്താണെന്നറിയോ, ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഉച്ച വരെ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വന്ന് കിടന്നിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. 5, 5:30, 6 മണി വരെ. ഒരു 1:30-2 മണിയാകുമ്പോൾ ഞാൻ ചിലപ്പോൾ 1:30-2 മണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ ഒരു 4:30, 5:30, 6 മണി വരെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പം ഇന്ന് ഉറങ്ങിയില്ല മാത്രമല്ല മേലനങ്ങി പണിയെടുത്തില്ലേ ഇന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ക്ഷീണം കൊണ്ട് പോയിട്ട് ഇപ്പം ഞാൻ കിടന്നിപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഒട്ടും എനർജറ്റിക് അല്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം, പിന്നെ വീട്ടിൽ വിളിക്കണം, പിന്നെ ഒരു സമയമാകും കിടക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ തൂങ്ങിയിരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ഉറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്, ഉറങ്ങണമെന്നും ചിന്തിക്കുന്നുണ്ട്. 2 രീതിയിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക.
അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ നാളെ എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. നാളെ സൺഡേ ആണ് ഗൈസ്. നാളെ ഞാൻ ഉറങ്ങി തീർക്കും. നാളത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വൈകിട്ട് 3 മണിക്കൊക്കെ ആയിരിക്കും. ഞാൻ നാളെ ഉറങ്ങി തീർക്കും സത്യമായിട്ടും. നാളെ ഞായറാഴ്ചയാണ് ഗൈസ്, ഞാൻ ഉറങ്ങും ശരിക്കും. അപ്പോൾ എണീറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മറക്കണം. അതിന് മാത്രമാണ് ഇങ്ങനെ തിന്നാലും എഴുന്നേക്കട്ടോ. നാളെ എന്തായാലും ഞാൻ ഉറങ്ങും, അത് തീരുമാനിച്ചിരിക്കട്ടെ. പിന്നെ നാളെ ചിക്കൻ കറി ഉള്ള ദിവസമാണ്. സൺഡേ എന്തോ ഭയങ്കര ഒരു സ്പെഷ്യലാണ് കേട്ടോ, ഫ്രീ ആണ്, ഭയങ്കര സന്തോഷമുള്ള ഡേ ആണ് സൺഡേ. പിന്നെന്താ, അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം, ഇപ്പോൾ ഒരു 7:15 ഉള്ളൂ, ഒരു 8 മണി വരെയെങ്കിലും ഞാൻ ഒന്ന് കിടക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഒരു 8:30 വരെയെങ്കിലും. കാരണം എനിക്ക് പറ്റത്തില്ല, എനിക്കിങ്ങനെ കണ്ണിലിങ്ങനെ ഉറക്കം വന്നിട്ട് എൻ്റെ കണ്ണൊക്കെ കണ്ടു ഇവിടെ ഒക്കെ ഒരുമാതിരി തടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് തോന്നുന്നതാണോ എന്ന്. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറക്കം ക്ഷീണവും ഒക്കെ കൂടി ഇങ്ങനെ എല്ലാം കൂടെ മിക്സായിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പും തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ബൈ ഗൈസ്. 8:30 ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്ഷീണം കൊണ്ട് വയ്യാട്ടോ സത്യമായിട്ട്. എൻ്റെ മേലൊക്കെ വേദന എടുത്തിട്ട് വയ്യ, എന്താണെന്ന് അറിയത്തില്ല. കാലും നടുവൊക്കെ നല്ല സൂപ്പറായിട്ട് വേദനിക്കുന്നു. കാലൊക്കെ എനിക്ക് അനക്കാൻ വയ്യാട്ടോ, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. അപ്പം എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട്, അല്ലെങ്കിൽ പാതിരാത്രി എനിക്ക് വിശക്കും ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഫുഡ് കഴിക്കും. എനിക്ക് വയ്യാട്ടോ, എണീറ്റ് ആരെങ്കിലും ഫുഡ് കഴിക്കൊണ്ടെന്ന്. എന്തായാലും പോയി എണീറ്റ് കഴിച്ചിട്ട് വരാട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചോറും സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിക്കട്ടെ. എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്കിടക്കം ക്ഷീണം കൊണ്ട് വയ്യ കേട്ടോ സത്യം. എനിക്ക് നടുവും കാലൊക്കെ ശരിക്ക് വേദനിക്കുന്നത് എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. കിടച്ചിട്ട് വയ്യ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അയ്യോ. അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പോൾ നെറ്റ് ഓഫ് ആട്ടോ. അപ്പോൾ ഒന്നുകിൽ കറണ്ട് കാണത്തില്ല, അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഗെയിം വല്ലതും കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും മുടിയൊക്കെ കെട്ടി സെറ്റാവട്ടെ, എന്നിട്ടൊന്നും കൂടെ വിളിച്ച് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് സനക്കോൾ ചെയ്ത് നോക്കാം. എന്തായാലും എനിക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഞാൻ എന്തായാലും മുടി കെട്ടട്ടെ. അപ്പോൾ ഞാനിങ്ങനെ മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഫോണിൽ കളിച്ച് കിടക്കും കേട്ടോ വീട്ടിൽ വിളിക്കുന്നവരെ. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ ഞാനങ്ങ് കിടന്നു കേട്ടോ. ഞാൻ പിന്നെ ഔട്ടർ ഒന്നും പറയാൻ നിന്നില്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു എൻഡ് വേണ്ടേന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒന്നും പറയാനുള്ള ശേഷിയില്ല ഗൈസിൻ്റെ മുഖത്തോട്ട് നോക്കുന്നെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്തുള്ള ബെൽ ബട്ടൺ എവിടെ ഓളുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ ബൈ.